ഹലോ പോലീസ് സ്റ്റേഷൻ. കരടിയോ? സോറി സാർ. ഞങ്ങളുടെ എസ് ഐയുടെ ഇരട്ട പേര് വിളിക്കുന്നോടാ തെണ്ടി. ഇനി അങ്ങനെങ്ങും പറഞ്ഞ നിന്റെ തലവെട്ടി പറ്റിക്കോടാ പറ്റി. കള്ളം പറയുന്നോടാ റാസ്കൽ. രാവിലെ മുതൽ എസ് ഐ സാർ ഞങ്ങളുടെ മുമ്പിൽ ഇരിപ്പല്ലോ. അല്ലേ സാർ? അതിനെ പിടിക്കലേ പോലീസിന്റെ പണിയല്ല. ഫോൺ എന്താണോ? എന്റെ പോലീസ് പുണ്യാള, സാറിനോട് ഞാൻ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കോ? സാർ സിറ്റിയിൽ അതിറങ്ങിയിരിക്കും. ഏതിറങ്ങി? അത് ഏത്? ഈ കറുത്ത് രോമാവൃതമായി ഇങ്ങനെ നടക്കുന്ന സാധനം. ഒന്ന് തെളിച്ചു പറയടോ. സാർ സിറ്റിയിൽ സാർ ഇറങ്ങിയെന്ന്. ഞാനോ? വേണ്ട, ഞാൻ എടുത്തോളാം. ഹലോ പോലീസ് സ്റ്റേഷൻ. സാർ ഓക്കെ സാർ, പിടിക്കാം സാർ. എസ് പി സിറ്റിയിലേതോ കര എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്തിറങ്ങിയെന്ന്? എടോ അതിനെ പിടിക്കാൻ വേണ്ടത് ചെയ്യാൻ. ഏതിനെ പിടിക്കാൻ? എടോ താൻ നേരത്തെ പറഞ്ഞ സാധനം. ആ രോമമുള്ള സാധനം. കറുത്ത രോമമുള്ള സാധനം. തനിക്കെന്ന് വായും തന്നെ കേൾക്കണം. എടോ കരടി ഇറങ്ങിയിട്ടുണ്ടോ? ആക്കിച്ചിരിക്കും. അതിനെ പിടിക്കാനുള്ള മാർഗം പറഞ്ഞാടോ. പോലീസിന്റെ ഒരു ഗതികേടെ. കൊല നടന്നാലും മന്ത്രി വന്നാലും പുലി ഇറങ്ങിയാലും ആന ഇറങ്ങിയാലും ഇനി കരടി ഇറങ്ങിയാലും പോലീസിനാ പണി. ഈ പണി നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. ഈ കരടി എന്ന് വെച്ചാൽ പല ടൈപ്പ് ഉണ്ട്. ചിലപ്പോ ആൾക്കരടി ആയിരിക്കും, ഏതാണ്ട് സാറിന്റെ ഒപ്പം വലിപ്പം വരും. അവൻ അപകടകാരിയാ. നമുക്കൊരു വേട്ടക്കാരനെ വരുത്തിയാലോ? ആരെ? ഒരു പാർട്ടി എനിക്കറിയാം. ഒന്ന് വേഗം പറഞ്ഞ് തുളയ്ക്കണോ? റാഗി പറക്കുന്ന ചെമ്പരത്തിനെ പോലും വെടിവെച്ച് വീഴ്ത്തുന്നവനാ. പഴയ പുലിവേട്ടക്കാരൻ വാറുണ്ണിയുടെ അനിയൻ കിട്ടുണ്ണി, ടാർസൻ കിട്ടുണ്ണി. വേട്ടക്കാരൻ കിട്ടുണ്ണി പുഴ നീന്തി വരുന്നു. പണ്ട് പുലിവേട്ടക്ക് വാറുണ്ണി ഇതുപോലെ തന്നെ വന്നേ. ഞാൻ ഉജ്ജ്വലൻ. കണ്ടിട്ട് ഉജ്ജ്വലമാണെന്ന് തോന്നുന്നില്ലല്ലോ. എന്തിനാ വെറുതെ പുഴനീന്തി കഷ്ടപ്പെട്ടത്? അപ്പുറത്ത് പുതിയ പാലം വന്നിട്ടുണ്ടല്ലോ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. പാലം വരും പോകും, പക്ഷെ വേട്ടക്കാരന്റെ സ്റ്റൈൽ മാറില്ല. പുഴ നീന്തിക്കടന്നേ ഞങ്ങൾ വരൂ. പാരമ്പര്യമായിട്ട് അതാണ് ഞങ്ങളുടെ സ്റ്റൈല്. എവിടെ എസ് ഐ? സർക്കിളിന് ഉണക്കമീൻ വാങ്ങാൻ പോയിരിക്കുക. സർക്കിളിന് എന്താ പച്ചമീൻ പറ്റില്ലേ? ഇല്ല, പക്ഷെ എനിക്ക് പറ്റണം. കിട്ടുണ്ണി സാറിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പാടാക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കാം. അത് ശരി. ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളിലും ഞാൻ കോംപ്രമൈസ് ചെയ്യും, പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ച എനിക്കില്ല. പേപ്പറും പേനയുണ്ടല്ലോ, എടുക്കൂ, കുറിക്കൂ. കുറിക്കൂ. രാവിലെ കാട്ടെരുമയുടെ പാല് 1 ലിറ്റർ എനിക്ക്. ഹോർലിക്സ് ബ്രൂസിലിക്ക്. അതാരി? പട്ടി. 10 മണിക്ക് എനിക്കൊരു കാടൻ പൂച്ച നിർത്തി ഫ്രൈ ചെയ്തത്. ബ്രൂസിലിക്ക് ബിസ്ക്കറ്റ് മിൽക്കാബി. ഉച്ചയ്ക്ക് എനിക്ക് കാട്ടുപോത്തിന്റെ ഇറച്ചി 1.5 കിലോ മസ്റ്റ്. ബ്രൂസിലേക്ക് മീൻകറിയും ചോറും മസ്റ്റ്. വൈകുന്നേരം ഒരു 1/2 കിലോ വവ്വാലിന്റെ ഇറച്ചിയും ഒരു ഫുൾ ബോട്ടിൽ റമ്മും. ബ്രൂസിലേക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കൻ. ഓക്കെ സാർ. അല്ലൊരു സംശയം ചോദിച്ചോളൂ. സാർ, ഈ ബ്രൂസിലി എന്ന് പറയുന്നത് ഈ ജന്തുവിനെയാണോ? ഇത് പട്ടിയല്ല, പട്ടിണിയാ. പോലീസ് ആണെങ്കിൽ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. ലുക്ക്, വേട്ടപ്പട്ടിയുടെ ലുക്കിലല്ല വർക്കിലാണ് കാര്യം. എല്ലാം കുറിച്ചെടുത്തല്ലോ? എല്ലാം കുറിച്ചു സാർ, എല്ലാം. എവിടെയാണ് എന്റെ അക്കോമഡേഷൻ? അക്കോഡമേഷൻ, താമസം. താമസം അതിന് ഹോട്ടൽ റെസിഡൻസിലെ AC റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. AC റൂം എന്റെ പട്ടിക്ക് വേണം. ഏറുമാടമുണ്ടോ? ഏറുമാടം ഇല്ല സാർ. എന്നാൽ എനിക്ക് താമസിക്കാൻ ഉടനെ ഒരു ഏറുമാടം സെറ്റപ്പ് ചെയ്യൂ. എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇന്നലെ കരടിയെ വെടിവെച്ചിട്ട് സാറിന് ഇന്നലെ തിരിച്ചു പോയിക്കൂടെ? നോ, കരടിയെ എന്ന് വെടിവെക്കണം, എപ്പോ വെടിവെക്കണം, എങ്ങനെ വെടിവെക്കണം എന്നൊന്നും ഒരു വേട്ടക്കാരനെ പഠിപ്പിക്കണ്ട. അണ്ടർസ്റ്റാൻഡ്? ആദ്യം എനിക്ക് കരടിയുടെ ഫുൾ ബയോഡാറ്റ വേണം, വിത്ത് ഫോട്ടോ. കരടിയെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് പഠിക്കണം. കരടിയുടെ സ്വഭാവം, ആൺകരടിയാണോ പെൺകരടിയാണോ, റൊമാൻറ്റിക് ആണോ സെന്റിമെന്റൽ ആണോ, ഇതൊക്കെ എനിക്ക് വിശദമായിട്ട് സ്റ്റഡി ചെയ്യണം. അതേതായാലും നന്നായി. പറ്റിയ കേസല്ലെങ്കിൽ തിരിച്ചു പോവാമല്ലോ. അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ചരിത്രം ഞങ്ങളുടെ ഫാമിലിക്കില്ല. ഞങ്ങളെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ വെടി സ്പെഷ്യലിസ്റ്റുകളാ. എന്റെ ചേട്ടനെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വാറുണ്ണി, പുലി വെടിവീരൻ, ധീരതയ്ക്കുള്ള അവാർഡ്. എന്റെ അച്ഛൻ ചേറുണ്ണി, കാട്ടാന വെടിവീരൻ.
ഞാൻ കിട്ടുണ്ണി കരടി വെടിവീരൻ. അല്ല സാർ, സംശയം. ചോദിച്ചോളൂ. സാറിന്റെ ഫാമിലി സിസ്റ്റേഴ്സ് ആരുമില്ലേ? ഞങ്ങളുടെ ഫാമിലിയിൽ സിസ്റ്റേഴ്സ് ഇല്ല. ഓ ഭാഗ്യം. അല്ല സാർ, ഇതുവരെ എത്ര കരടിയെ വെടിവെച്ചിട്ടുണ്ട്? ഞാൻ ഇന്നേ വരെ വെടിവെച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതരുത്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ ഈ പണി തുടങ്ങി. അയ്യോ, കരടി ഓടിക്കോ. നോക്കിക്കോ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നേ. അത് റിഹേഴ്സൽ ആയിരുന്നു. എവിടെ കരടി? വെക്കടോ വെക്കടോ വെടി. ഓർഡർ ചെയ്യണ്ട സാർ. റെഡി? ഉജ്ജ്വല, വെടി കൊണ്ടോ? കൊണ്ട് പെപ്സിക്ക് കുപ്പി അടക്കം കാശ് കൊടുത്തേ. റിഹേഴ്സൽ നമ്പർ 2. എത്ര രൂപയായി? 300. 100 പിടിച്ചോ. ഇത് മതി. കരടിക്ക് വെടിയുണ്ടോ? കരടിക്കല്ല കാരണ കൊണ്ടത്. കാറിന്റെ ചില്ലൊന്ന് ഇന്നെ ഇതുകൊണ്ട് തികയൊന്നും തോന്നുന്നില്ല. ഇത് തന്നെ അല്ലടോ ഈ കാറിന്റെ. എടോ, ചില്ലിന് എത്ര രൂപയായി? 600. ഇതെന്താ ബെൻസോ? 300 മതി. ജെമിനി സർക്കസ് 200ഓളം പ്രഗത്ഭരായ സർക്കസ് താരങ്ങളെയും വന്യമൃഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഓട്ടമൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. ജെമിനി സർക്കസ്. ഉജ്ജ്വല, കരടിക്ക് തന്നെ വെടി കൊണ്ടോ? കരടിക്ക് തന്നെ. എന്തിനും സാറിന് ഷോളാ കുടിക്കണോ? വേണ്ടടോ, വേണ്ട. ലൈറ്റ് 3, ചട്ടി 50, 50, കാറിന്റെ ഹെഡ്ലൈറ്റ് 1, ടയർ 1 റേഡിയൽ, പിന്നെ എന്താണോ എക്സെട്രാ? അതിലെന്തും വരാലോ. എടോ, വെടി നിർത്തൽ പ്രഖ്യാപിക്കണോ? ഈ വെടിവെപ്പിങ്ങനെ തുടർന്നാൽ എന്റെ കടപ്പാടം വിൽക്കേണ്ടി വരും. വെടിയുടെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഇവിടെ നിന്നാണോ? ഇവിടെ തന്നെ ഇവിടെ തന്നെ വാ. അങ്ങനെ ഈ കരടിയുടെ വെടി തീർന്നു. കരടി മുങ്ങി. എന്നെ കണ്ട് പേടിച്ച് കരടി മുങ്ങി. ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ. ആരും പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. ആരും ബഹളം വെക്കരുത്. ബഹളം വെച്ച് കരടിയെ വയലുണ്ടാക്കണ്ട. അതെ, നേരെ വന്ന് വെട്ടിക്കോട്ടെ. ഈ കരടിയെ ഞാൻ കൊടുക്കും. അതെ, പകല് പിടിക്കാൻ പറ്റാത്തതിന് രാത്രി അങ്ങനെ പിടിക്കും. വേട്ടക്കാർക്ക് രാത്രിയാ പകല്, പകലാണ് രാത്രി. ലോക ചരിത്രത്തിൽ ഒരു കരടിയെയും പകല് പിടികൂടിയിട്ടില്ല. ഇത്തവണെങ്കിലും ഉന്നം തെറ്റാതെ വെടി വെക്കണേ. കരടിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് റെഡിയാക്കിക്കോ. വെക്കരുത്, വെടിവെക്കരുത്. ഈ കരടിയെ വെടിവെക്കരുത്. ഇതിനെ ജീവനോടെ പിടിക്കണം. വേട്ടക്കാർ ജീവനോടെ പിടിക്കാറില്ല, കൊല്ലാറേ ഉള്ളൂ. കൊന്നാ പ്രശ്നമാവും. ഇതെന്റെ ആലം, ഗവൺമെന്റിന്റെ കരടിയാണ്. ഗവൺമെന്റിന്റെ കരടി. ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് ഞാനും നിങ്ങളും ഈ കാടും എല്ലാം ഗവൺമെന്റ് വകയല്ലേ. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സർക്കാർ ഉത്തരവിട്ടിട്ടാ ഞാൻ വെടിവെക്കാൻ വന്നിട്ടുള്ളത്. ഒന്ന് മാറിയേ, ഒന്നുകൂടെ മാറിയ ചേച്ചി, ഒന്നുകൂടെ മാറിയ. എന്താ അവിടെ പ്രശ്നം? അതെ, ഒരു കരടി ഗുഹക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട്. കുഴപ്പമില്ല, അതിന് വേട്ടക്കാരൻ ഇപ്പൊ വെടി ചൊല്ലും. കരടിയോ? ഈ കരടിയെ എനിക്കറിയാം. ഞാൻ അന്വേഷിച്ച് നടക്കല്ലേ ഈ കരടിയെ.
ഈ കരടി ഞാൻ ജീവനോടെ പിടിച്ചു തരാം. ആര്? നിങ്ങളോ? അതെ, ഞങ്ങൾ തമ്മില് ഒരു 5000 രൂപയുടെ ഇടപാടുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കും പിടിച്ചിട്ട് വെറുതെ. കഞ്ചാവാ എങ്കിലും ആദ്യം ഇവനെ വെടിവെച്ച് കൊല്ലി, എന്നിട്ട് മതി കരടിയെ. കാലം അങ്ങോട്ട് പോവല്ലേ, ആ കരടി തന്നെ കടിച്ചു കീറും. എന്നെ ഒരു പുല്ലും ചെയ്യില്ല. എന്നെ കണ്ടാൽ അവൻ ചമ്മലോടെ കീഴടങ്ങും. നിങ്ങൾ കണ്ടോ? അവിടെ നിൽക്കണോ? ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി ഈ ബുദ്ധൂസ് ഒറിജിനൽ കരടിയാണല്ലോ പിടിക്കാൻ പോകുന്നത്. ആണായ വാക്കില് വില വരടാ തെണ്ടി. ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് മുങ്ങിയതല്ലടാ. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? മര്യാദക്ക് എനിക്ക് തരാനുള്ള 5000 കൊടുക്കും. എന്താടാ നീയൊന്നും മിണ്ടാത്തത്? പേടിപ്പിക്കല്ലേ. ഈ വേഷത്തിൽ എത്ര ആളെ പറ്റിച്ച് നീ കാശ് തട്ടിയ തെണ്ടി. നീയാണെന്ന് തെറ്റിദ്ധരിച്ച അയാൾ ഗുഹയ്ക്കുള്ളിൽ കയറി ഒറിജിനൽ കരടിയെ പിടിച്ചത്. ആ പാവം സുന്ദരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇപ്പൊ കരടിയെന്ന് കേട്ടാലേ ബോധം പോവും. ഇനി നിന്നെ കണ്ടാലും എള് പേടിക്കും. അയാള് വിചാരിച്ചാലേ ഈ രോമൊക്കെ ഇളക്കി കളയാനും പറ്റുള്ളൂ. ആ ജാതി ഒട്ടിപ്പല്ലേ ഒട്ടിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്റെ ജീവിതം ഇനി കൂട്ടി തന്നെയാവോ? അയ്യോ, സൂപ്രണ്ട് വരുന്നു. അഭ്യാസം തുടങ്ങിക്കോ, ആക്ഷൻ തുടങ്ങിക്കോ. ആ കൂട്ടിലാണ് പറഞ്ഞ കരടി കിടക്കുന്നത്. ആ നിൽക്കുന്ന ആളാണ് സുവാസു. വലിയ മൃഗസ്നേഹി. കാര്യങ്ങളൊന്ന് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ മൃഗസംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് അയാളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരി മിസ്റ്റർ വാസു, ഞാൻ പോരാ. ഞാൻ ആന്റണി. അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ആന്റണി. ഒരു തികഞ്ഞ മൃഗസ്നേഹിയാണ് ചേട്ടനെന്ന് എനിക്കറിയാം. മൃഗങ്ങളെ സ്നേഹിക്കാൻ മാത്രമല്ല അവരുടെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, പക്ഷേ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ? ഈ കരടിയെ ഞങ്ങൾ ഇവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും. പകരം ഈ മൃഗശാലയിൽ ഇല്ലാത്ത ഒരു ബ്ലാക്ക് പാന്തറിനെ ഞങ്ങൾ തരുന്നു. അയ്യോ, അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. സർക്കാരിന്റെ തീരുമാനമല്ലേ സുവാസു ഏട്ടാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്ക് പാന്തർ ഇന്ന് ഇവിടെ എത്തും. കരടി നാളെ ഞങ്ങൾ കൊണ്ടുപോകും. സായിപ്പ് എടുത്ത ഫോട്ടോയുടെ കോപ്പി ഒരെണ്ണം എനിക്ക് തരണം വാസുവേട്ടാ. കിട്ടും. ഫോട്ടോ മാത്രമല്ല, അവര് നിന്നെ കൊണ്ടുപോകാൻ പോവാ. എങ്ങോട്ട്? ആഫ്രിക്കയിലേക്ക്. അവിടുത്തെ കാഴ്ച ബംഗ്ലാവിൽ കരടി ഇല്ലാത്ത. അയ്യോ, സായിപ്പ് ഫോട്ടോ എടുത്തപ്പോ നീ എങ്ങനെയൊക്കെയാ നിന്ന് കൊടുത്ത്? ഇങ്ങനെ അയക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന്. കപ്പലിൽ കയറാൻ തയ്യാറായിക്കോ സുവാസേട്ടാ. ഞാൻ മാനേജ് ചെയ്തോളാം. മണികണ്ഠനെ അന്വേഷിച്ച് വന്നതാ. ഇങ്ങേരാ മണികണ്ഠന്റെ ക്ലോസ് ഫ്രണ്ട്. ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എനിക്ക് മണിയേട്ടനെ ഉടനെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. എവിടെ മണിയേട്ടൻ? നിൽക്കണം, കണ്ടോ? കളിയാക്കാതെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാ. പറഞ്ഞോ, കേട്ടോളും. എന്തായി പറയുന്നേ? എന്നോട് പറഞ്ഞോളൂ. മണികണ്ഠൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാവെന്ന്. മണിയേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ രാജപ്പന് വേള എന്റെ കല്യാണം അച്ഛൻ ഉടനെ നടത്തും. അങ്ങനെ വല്ലതും സംഭവിച്ചാ പറഞ്ഞേക്ക് ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന്. അങ്ങനൊക്കെ ചിന്തിക്കാതിരിക്കൂ. കുട്ടി ധൈര്യമായിട്ട് വീട്ടിലോട്ട് പൊക്കോ. മണികണ്ഠൻ വരുമ്പോ ഞാൻ പറഞ്ഞു വിട്ടോളാം. എന്താ, ശരിയല്ലേ സി? നിങ്ങൾക്കൊക്കെ ഇത് തമാശയാ. രാജപ്പൻ തന്നെ ഇതിനെ കെട്ടും. ഈ കരടിയല്ല, ആ കൊച്ചിനെ. അതിനുള്ള ഒരുക്കങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാണാം. നീ പോയി ആനപ്പിണ്ട മാറ. ശരിയാ. സുവാസേട്ടാ, എന്നെ രക്ഷിക്കണം. അഞ്ചു പറഞ്ഞതൊക്കെ കേട്ടല്ലോ. എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ആ സായിപ്പ് എന്നെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും ചേട്ടാ. നിന്നെ തുറന്നു വിട്ട എല്ലാ കള്ളിയും വിളിച്ചിട്ടാവൂലേ? എന്റെ പണി പോവില്ലേ? വെളിയിലിറങ്ങിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒറിജിനൽ കരടിയെ കണ്ടുപിടിക്കാം. വാസേട്ട എന്നെ സഹായിച്ചാൽ മതി.